കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ സ്നേഹിതരെയും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. മിഡിൽ ഈസ്റ്റ് വല്ലാതെ പുകഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് സംഘടനം ആരംഭിച്ചിട്ട് 10 മാസം കഴിയുകയാണ്. 1200ഓളം ആൾക്കാർ ഇസ്രായേലിലും 40,000-ഓളം ആൾക്കാർ ഹമാസിലും അല്ലെങ്കിൽ പാലസ്തീൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. ചുറ്റുപാടുകളിൽ നിന്നും ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഹൂതികളും ഹിസ്ബുള്ളയും ഒക്കെ വന്നു എങ്കിലും എല്ലാവർക്കും മാന്യമായ നിലയിൽ പ്രഹരമേൽക്കുകയും ഉപദ്രവിക്കാൻ വന്ന എല്ലാവരുടെയും നേതാക്കന്മാർക്ക് നഷ്ടം സംഭവിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ നേതാക്കന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഇറാനിലെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നത്. അത് വാസ്തവത്തിൽ ഒരു രാജ്യത്തിന്റെ നാണക്കേടാണ്. അവരുടെ പ്രധാന ഭരണാധികാരി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് ഇന്നുവരെ കണ്ടുപിടിക്കാൻ കഴിയില്ലാത്ത വിധം നിഗൂഢമായി മരണപ്പെടുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഭരണാധികാരിയെ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിന്റെ മൊസാദ് പെസഖാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയ അതിഥിയായ ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഖനിയെ അവരുടെ നാട്ടിൽ വെച്ചു തന്നെ, എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിന് നൽകാവുന്ന ഹൈ സെക്യൂരിറ്റി നിലനിൽക്കുന്ന ആ പ്രദേശത്ത് വെച്ച് തന്നെ അയാളെ കൊന്നു എന്ന് പറഞ്ഞാൽ അതൊരു രാജ്യത്തിന് ഏൽക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നാണക്കേടാണ്, അപമാനമാണ്. ഏതായാലും ഖനിയയെ കൊന്നത് ഇസ്രായേലാണെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. പക്ഷെ ഇസ്രായേൽ അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ടതായിട്ട് ഞങ്ങൾ അറിഞ്ഞതായിട്ട് പോലും അവർ ധരിക്കുന്നില്ല. കാരണം അവർ അങ്ങനെയാണ് ചരിത്രത്തിലുടനീളം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, പൂവിതുർക്കുന്ന ലാഘവത്തോടെ അവർ കാര്യങ്ങൾ ചെയ്യുകയാണ് പതിവ്. എന്ന് പറഞ്ഞാൽ ഒരാൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ കയ്യിലിരിക്കുന്ന ചായ കപ്പിന് പോലും കേടുവരാത്ത രീതിക്ക് കൃത്യമായി ആളെ കൊല്ലുന്ന ഒരു രീതിയാണ് ഇസ്രായേൽ അവലംബിച്ചു വരുന്നത്. പക്ഷെ ഈ ചില സംഘടനകളിൽ ഒരല്പം ബിൽഡിങ്സിന് അടക്കം കേട് സംഭവിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ നിന്നും ഇസ്രായേലിന്റെ ചാര സംഘടനയുടെ ആ കഴിവ് നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും ഈ ഇസ്രായേൽ, ഈ എല്ലാ ചാരസംഘടനയും സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇസ്രായേൽ വിഷമിക്കേണ്ടി വരും, ഇസ്രായേൽ കരയേണ്ടി വരും എന്നതിന് സംശയമൊന്നും വേണ്ട. എന്നെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ, ഇനി നടക്കാനിരിക്കുന്ന യുദ്ധത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒരു 12 ദിവസങ്ങൾക്ക് മുമ്പ്, എന്ന് പറഞ്ഞാൽ ഖനിയ കൊല്ലപ്പെടുന്നതിനും ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പ് ഹമാസിന്റെ മറ്റൊരു നേതാവ് മുഹമ്മദ് ദെയ്ഫ് കൊല്ലപ്പെട്ടിരുന്നു. പക്ഷെ ആ വാർത്തകൾ ഇസ്രായേൽ പുറത്തു വിട്ടിരുന്നില്ല. കാരണം ഇസ്രായേലിന് അതിന്റെ ഉറപ്പ് വന്നിരുന്നില്ല എന്ന് കരുതാം. അതോ ദെയ്ഫ് കൊല്ലപ്പെട്ട കാര്യം പുറത്തു വിടാതെ നിർത്തിക്കൊണ്ട് തന്നെ ഖനിയെ കൂടി കൊല്ലാൻ അവർ പദ്ധതി ഒരുക്കിയിരുന്നു എന്നും അറിയാൻ പാടില്ല. ഏതായാലും ഖനിയ കൊല്ലപ്പെട്ട മണിക്കൂറുകൾക്കുള്ളിൽ വെച്ച് തന്നെ ഹിസ്ബുള്ളയുടെ കമാൻഡർ ഫെറാൻ ഷക്കോർ ബെയ്റൂട്ടിൽ വെച്ച് കൊല്ലപ്പെടുകയാണ്. അപ്പോൾ ഒരു 10 ദിവസത്തെ ഗ്യാപ്പിനകത്ത് ഹിസ്ബുള്ളയുടെ കമാൻഡർ കൊല്ലപ്പെടുന്നു. ഹമാസിന്റെ പൊളിറ്റിക്കൽ നേതാവ് ഇസ്മായിൽ ഖനിയെ കൊല്ലപ്പെടുന്നു. അവരുടെ മറ്റൊരു നേതാവ് മുഹമ്മദ് ദെയ്ഫും കൊല്ലപ്പെടുന്നു. ഇസ്രായേൽ യുദ്ധം നിർത്തി പിന്നോക്കം പോകണമെന്ന് എല്ലാ രാജ്യങ്ങളും ആവശ്യപ്പെടുമ്പോഴും ഇസ്രായേൽ പറഞ്ഞൊരു കാര്യം, ഹമാസിന്റെ അവസാനത്തെ നേതാവിനെ വരെ ഞങ്ങൾ നശിപ്പിച്ചിട്ട് മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ. എന്നിരിക്കലും നിരപരാധികളായ ഒരുപാട് പേർ ഇതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. 40,000 പേര് കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞു കാര്യമല്ല. ദേശത്താകമാനം അസ്വസ്ഥതയുളവാക്കിയ ഒരു വല്ലാത്ത യുദ്ധമാണ്. ദീർഘനാളുകൾ നീണ്ടുനിന്ന 90,000-ത്തിലധികം പേർക്ക് ശാരീരിക ദൗർബല്യങ്ങൾ സംഭവിച്ച, ശരിക്കും ആൾക്കാർ ഇന്നും വല്ലാതെ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത യുദ്ധമാണിത്. നമുക്കൊരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനാവില്ല എന്ന് വരികിലും
ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരൻ ഇസ്മായേലിന്റെ സന്തതികളാണെന്നതിന് സംശയമേ വേണ്ട. ചുമ്മാതിരുന്നെടുത്ത് ചുണ്ണാമ്പിട്ട് പൊള്ളിച്ചതാണെന്നതിന് ഇരുപക്ഷമില്ല. എല്ലാവർക്കും അത് ബോധ്യമുള്ള കാര്യമാണ്. ഇസ്രായേലിനെ വകവരുത്തുവാൻ വേണ്ടി ചുറ്റുപാടുമുള്ള രാഷ്ട്രങ്ങളിൽ അവിടെവിടെയായി നിലനിൽക്കുന്ന തീവ്രവാദ സംഘടനകൾ മുൻപിലേക്ക് വന്നു. തീവ്രവാദ സംഘടന അല്ലാതെ രാജ്യമായി മുൻപിലേക്ക് വന്നതാണ് ഇറാൻ. ഇറാന്റെ പ്രസിഡന്റ് വധിക്കപ്പെട്ടു. ഇറാന്റെ പ്രസിഡന്റിനോട് ചേർന്ന് നിന്ന ഹമാസ് നേതാവ് ഇസ്മായിൽ ഖനിയയും വധിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഇസ്മായിലിന്റെ സന്തതികൾക്ക് ഒരു നാണക്കേട് തന്നെയാണ്. ചിലരെങ്കിലും കരുതും നേതാക്കന്മാരായി ഇവരെയൊക്കെ കൊന്നതോടുകൂടി ഇസ്മായിൽ ഇല്ലാതായി എന്ന്, മുഹമ്മദീയർ ഇല്ലാതായി എന്ന് കരുതുന്നു എങ്കിൽ അത് മൗഢ്യമാണ്. കേരളക്കരയിൽ തന്നെ ഹമാസിന് കുടപിടിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതാണ്. ഖനിയ കൊല്ലപ്പെട്ടു എന്നറിയുമ്പോൾ തന്നെ ഇവിടെ ആൾക്കാർ റോഡിൽ ചാടിയിറങ്ങി ഘോഷയാത്രയൊക്കെ നടത്തുന്നത് കണ്ടു. ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തുക, ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ചെന്നവരെ തകർത്ത് കളയും എന്ന മട്ടിലൊക്കെ. ഇതിനെ പലരും ഒരു ട്രോളായി കാണുന്നു എങ്കിൽ പോലും ഇതൊന്നും ട്രോളായി കാണേണ്ടുന്ന കാര്യമല്ല. AD 500-കളിൽ ഭൂപ്പരപ്പിൽ നട്ട് ഇന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന പൈശാചിക പ്രത്യയശാസ്ത്രം ഈ ലോകത്തിന്റെ മുച്ചൂട് തകർക്കുമെന്നതിന് സംശയമേ വേണ്ട. കർത്താവ് മാനവകുലത്തെ സൃഷ്ടിച്ച് ഏദനിലാക്കി കഴിയുമ്പോൾ ഇമ്മാതിരി തകർക്കുവാൻ ഏദനിൽ ആരംഭിച്ചതാണ് ഈ പൈശാചിക വ്യാപാരത്തിന്റെ പ്രവർത്തനങ്ങൾ. ആദ്യ മാതാപിതാക്കളായിരുന്ന ആദമിനെയും ഹൗവയെയും മാത്രം തോട്ടത്തിനകത്ത് ചെന്ന് സ്വാധീനിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞതാണ് പിശാചിന്റെ ചരിത്ര പശ്ചാത്തലം. അടുത്ത് അവർക്കുണ്ടായ മക്കൾ കയീൻ, ഹാബേൽ. ആ കുടുംബത്തിനകത്ത് ചെന്ന് അവർ ദൈവത്തിന് യാഗം കഴിക്കുവാൻ ചെന്നിടത്ത് ചെന്ന് പകയുടെയും വിദ്വേഷത്തിന്റെയും അസൂയയുടെയും വിത്ത് പാകിയിട്ട് അതിനെ കൊലപാതകമായി കൊയ്തെടുത്തതാണ് ഈ പിശാചിന്റെ ചരിത്ര പാരമ്പര്യം. ആ പിശാച് വളരെ വ്യക്തമായി ചരിത്രത്തിൽ എമ്പാടും പ്രവർത്തിക്കുന്നത് നമുക്ക് വ്യക്തമാണ്. എല്ലായിടത്തും പകയുടെയും വിദ്വേഷത്തിന്റെയും കൊലപാതകത്തിന്റെയും ആസക്തി പടർത്തിക്കൊണ്ട് ഈ പിശാച് വളരെ ശക്തമായി മുന്നേറുന്നത് തിരുവെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം എത്തി അബ്രഹാമിന്റെ ചരിത്രം എത്തിക്കഴിയുമ്പോഴേക്കും ഇവന്റെ രീതി മാറുകയാണ്. അബ്രഹാമിന് ദൈവം വാഗ്ദത്ത സന്തതിയെ നൽകുന്നതിന് മുമ്പ് തന്നെ ഇസ്മായേൽ അതിനകത്ത് ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് പിശാചിന്റെ തന്ത്രം. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ നടക്കില്ലയോ എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പദ്ധതികൾ നടത്തിയെടുക്കുന്നത് ദൈവത്തിന്റെ കൈമിടുക്ക് കൊണ്ടല്ല, പ്രത്യുത മനുഷ്യന്റെ കൂടി സഹകരണം അതിൽ അത്യാവശ്യമാണ്. ദൈവം ഏദനിൽ മനുഷ്യനെ സൃഷ്ടിച്ചു നിർത്തുമ്പോഴും ദൈവത്തിന് വേണമെങ്കിൽ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറയാൻ പാകത്തിന് അങ്ങനെ ഒരു വൃക്ഷമൊന്നും അവിടെ വെക്കേണ്ട കാര്യമില്ല. മനുഷ്യനൊരു റോബോട്ട് പോലെ ദൈവത്തിനെ സൃഷ്ടിച്ചു നിർത്തിയിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ മനുഷ്യന് ദൈവത്തെ പോലെ ചിന്തിക്കുവാനും തിരഞ്ഞെടുക്കുവാനുമുള്ള സർവ്വസ്വാതന്ത്ര്യവും ദൈവം നൽകി. ദൈവവുമായുള്ള ബന്ധം സൂക്ഷിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം ദൈവം മനുഷ്യന് നൽകി. അവനെ ദൈവം ഏദനിലാക്കുകയാണ്. മനുഷ്യനെ ചെകുത്താൻ അവിടെ പറഞ്ഞ് വശത്താക്കി വഴിപിഴപ്പിച്ച് ദൈവത്തിൽ നിന്ന് അവനെ അകറ്റിക്കളയുന്ന രംഗം നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ദൈവം അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുമ്പോൾ അവനോട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ തലമുറയെ അനുഗ്രഹിക്കും, ഞാൻ നിനക്ക് ഒരു നല്ല ദേശം തരാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തുമ്പോഴും ആ പറയപ്പെട്ട വാഗ്ദത്തത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അബ്രഹാമിന്റെ ഭാര്യ സാറ പറഞ്ഞതനുസരിച്ച് മിസ്രൈമ്യ ദാസിയിൽ അബ്രഹാമിന് കുഞ്ഞ് പിറക്കേണ്ടതായി വന്നു. അവിടെയും പിശാചിന്റെ തന്ത്രം നമ്മൾ അറിയണം. വാഗ്ദത്ത സന്തതി എത്തുന്നതിന് മുമ്പ് ജാരസന്തതി അവിടെ എത്തിച്ചു. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാവോ, വാഗ്ദത്ത സന്തതി യേശുവിനെ തള്ളിക്കളയുന്ന ഒരു ഘട്ടത്തിലെത്തി.
അവിടെ ദൈവം ലോകജാതിയിൽ നിന്ന് താല്പര്യമുള്ള എല്ലാവർക്കും യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. ഇതിനെ രണ്ടിനെയും ഒരു പരിധി വരെ നിഷ്ക്രിയമാക്കിക്കൊണ്ടോ നിഷ്പ്രഭമാക്കിക്കൊണ്ടോ ജാരസന്തതി AD 500-കളിൽ തല ഉയർത്തി. ഇന്ന് ലോകത്തിന്റെ അധികാരി അവരാണെന്ന മട്ടിന് നിൽക്കുകയാണ്. അപ്പോൾ ചെകുത്താൻ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ആൾക്കാരെ എടുത്തുകൊണ്ട് ഉലകത്തെ മുഴുവൻ അവന്റെ കയ്യിലാക്കുവാനുള്ള ഭഗീരഥ പ്രയത്നം ചെയ്തത് വാസ്തവത്തിൽ പരാജയപ്പെട്ടില്ലെന്ന് വേണം കരുതാൻ. അതിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് എന്നത് വളരെ വ്യക്തമാണ്. ഇവിടെ ഈ ചെകുത്താനോട് അടിച്ചു നിൽക്കേണ്ടുന്നത് രണ്ട് ഗ്രൂപ്പാണ്. ഒന്ന്, പൊളിറ്റിക്കലായിട്ട് നിൽക്കേണ്ടത് ഇസ്രായേലാണ്, അവരത് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് സ്പിരിച്വലി നിൽക്കേണ്ടത് ദൈവത്തിന്റെ സഭയാണ്. അവരും കൃത്യമായി അവരുടെ കാര്യം നിർവഹിച്ച് ഈ ലോകത്തെ ജയിച്ച് അവർ നിത്യതയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ആൾക്കാർ യേശുക്രിസ്തുവിൽ മരിച്ചക്കരെ എത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ളവർ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്താവലോടെ ഇവിടെ ജീവിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്തെ നശിപ്പിക്കുക എന്ന അടിസ്ഥാന ഉദ്ദേശത്തോടു കൂടി ചെകുത്താൻ പലയിടങ്ങളിൽ പല കളറുകളിൽ പാകിയ വിത്തുകൾ മുളച്ചിരിക്കുന്നു. അതിൽ ഒരു വിത്താണ് മുഹമ്മദിൽ നിന്ന് മുളച്ചു വന്ന് ഇന്ന് ലോകത്തിൽ നല്ലൊരു ശതമാനവും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദം അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അതിന്റെ ഒരു ഭാഗം മാത്രം തീവ്രവാദമായിട്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതിനകത്ത് കുറെ ഭാഗം നല്ലതുണ്ട്. ഒരു മൊട്ടുസൂചി കുത്താനുള്ള സ്ഥലം പോലും നല്ലത് അതിനകത്തില്ല. അതൊരു ഐസ്ബർഗിന്റെ മൂല മാത്രമേ നമ്മൾ തീവ്രവാദമായി പുറത്ത് കാണുന്നുള്ളൂ. വെള്ളത്തിന് കീഴിൽ കാണുന്നത് മുഴുവൻ നല്ലതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അല്ല, ഇത് മുഴുവൻ പൈശാചികം തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞ് ഇതിനെ മുഴുവൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ആരും ധരിക്കരുത്. ഏറ്റവും ഒടുവിൽ മുഴുലോകവും മുഴുലോകത്തിന്റെയും ഭരണ സംവിധാനങ്ങളും ചേർന്ന് ആദ്യം ഇസ്രായേലിനെതിരെയും പിന്നീട് സാക്ഷാൽ അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവത്തിനെതിരെയും അണിനിരക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ കൃത്യമായി സംസാരിക്കുന്നു. BC 500-കളിൽ ദാനിയേൽ പുസ്തകത്തിലും BC 500-കളിൽ ദാനിയേൽ പ്രവചനത്തിലും AD 90-കളിൽ വെളിപ്പാട് പുസ്തകത്തിലും ഭാവിയിൽ സംഭവിക്കാനുള്ള യുദ്ധത്തെക്കുറിച്ച് വളരെ കൃത്യമായി സംസാരിക്കുന്നു. പഴയ നിയമത്തിൽ മറ്റിതര ഗ്രന്ഥങ്ങളിലും പ്രവചന ഭാഗങ്ങളിൽ വരാനിരിക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. അതിൽ സെഖര്യാ പ്രവചനം 14-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരുന്ന ജാതികളെ നശിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്ന രംഗത്തെക്കുറിച്ച് പറയുന്നു. 12 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിനെതിരെ വരുന്ന ജനത്തെ ശിക്ഷിക്കാനുള്ള ദൈവത്തിന്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നു. അവർ നിവർന്നു നിൽക്കുമ്പോൾ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകുമെന്നും അവരുടെ കണ്ണ് തടത്തിൽ ചീഞ്ഞഴുകിപ്പോകുമെന്നും അവരുടെ വായ് നാവിൽ ചീഞ്ഞഴുകിപ്പോകുമെന്നും തിരുവെഴുത്ത് വളരെ കൃത്യമായി സംസാരിക്കുന്നു. എനിക്ക് എന്റെ ശ്രോതാക്കളോടായി ഓർപ്പിക്കുവാനുള്ളത്, ഈ തീവ്രവാദത്തെ അവസാനം വരെ നശിപ്പിക്കും എന്ന് ഇസ്രായേലും അതിനെ നശിപ്പിക്കാൻ വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൊടുക്കുമെന്ന് അമേരിക്കയും ബ്രിട്ടനും സഖ്യകക്ഷികളും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കൂടെ നിൽക്കുന്നത് നിങ്ങൾ ആരും നോക്കണ്ട. അമേരിക്കയും ബ്രിട്ടനും സഖ്യകക്ഷികളും ഇസ്രായേലിനെ കൈവിടുന്ന ഒരു കാലം വരും. ഇസ്രായേൽ ഒറ്റപ്പെടുന്ന ഒരു കാലം വരും. ഇന്ന് ഇസ്രായേൽ കാണിക്കുന്ന കോൺഫിഡൻസ് ഒക്കെ ഇസ്രായേലിനെ നശിക്കുന്ന ഒരു കാലം വരും. തിരുവെഴുത്ത് പറയുന്നത് ഒരു ജാതി ഉണ്ടായത് മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഇസ്രായേലിനുണ്ടാകും. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു കഷ്ടകാലം അവർക്കുണ്ടാകും. യാക്കോബിന്റെ കഷ്ടകാലം എന്ന് ഇരമ്യാ പ്രവാചകൻ അതിനെക്കുറിച്ച് ഓർപ്പിക്കുന്നു. അമ്മാതിരി ഒരു കഷ്ടകാലം ഇസ്രായേലിനെ അനുഭവിക്കേണ്ടി വരും. ഇസ്രായേലിന്റെ ആയുധങ്ങൾ എത്ര മികവുറ്റതായാലും, ഇസ്രായേലിന്റെ ശാസ്ത്രജ്ഞന്മാർ എത്ര തലച്ചോറുള്ളവരായാലും, അവരുടെ ചാരസംഘടനകൾ എത്രയധികം മികവുള്ളതാണെന്ന് വരികിലും അവർ ഇനിയും പതറുന്നൊരു സമയം ഉണ്ടാകും. അതിന് കാരണമുണ്ട്. അവരുടെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിനെ അവർ അറിയാതെ പോയി എന്നതുകൊണ്ട്. ഇനി ഓരോ കുലം മാറി മാറിയിരുന്ന് നിലവിളിക്കുന്ന ഒരു കാലം ഇസ്രായേലിൽ ഉണ്ടാകും. ഇസ്രായേൽ ഒറ്റപ്പെടുന്ന ഒരനുഭവം ഇസ്രായേലിനുണ്ടാകും. അന്ന് അവരുടെ മേൽ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ കർത്താവ് പകരുമെന്നും അതിൽ സകലവരും രക്ഷിക്കപ്പെടുമെന്നും തിരുവെഴുത്ത് സംസാരിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ അവർ രക്ഷപ്പെടും. അവരുടെ ആയുധബലം കൊണ്ടല്ല, അവരുടെ മറ്റ് കായിക ശേഷികൾ കൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ മഹാകരുണ കൊണ്ട് ഇസ്രായേൽ രക്ഷപ്പെടുന്ന ഒരു കാലം അനധിവിദൂരമല്ല, വളരെ വേഗമുണ്ടാകും. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം,
ഇസ്രായേൽ ഇപ്പോൾ വളരെ ഉഷാറായി നിന്ന് ലോകത്തിൽ പല രാജ്യങ്ങളെയും പരാജയപ്പെടുത്തുകയും, സിറിയ ഇടയ്ക്ക് അടിക്കാൻ വന്നു, സിറിയക്ക് തിരിച്ചടി കിട്ടി. ഇറാൻ അടിക്കാൻ വന്നു, ഇറാന് മാരകമായി ലഭ്യമായി. ഈജിപ്റ്റ് അടിക്കാനൊന്നും വന്നില്ലെങ്കിലും അതിനുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇത് വളരെ കൃത്യമായ ഒരു തേർഡ് വേൾഡ് വാറിലേക്കുള്ള യാത്രയാണ്. വടക്കൻ രാജ്യമായിരുന്ന റഷ്യയും യുദ്ധം ഇതുവരെയും അവസാനിപ്പിക്കാൻ കഴിയാതെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ റഷ്യ വളരെ ഉഷാറായി നിൽക്കുന്നു. അതിന്റെ കൂടെ ചൈനയും ഇന്ത്യയും വരുന്ന ഈ സൈഡിൽ നിൽക്കുന്ന രാജ്യങ്ങൾ അവരോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. തൊട്ട് ഇപ്പുറത്തേക്ക് മധ്യ ഏഷ്യയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഗൾഫ് കൺട്രീസ് നിങ്ങൾക്കറിയാം, അവരും ഇപ്പോൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇതിന്റെ കറക്റ്റ് പോയിന്റ്, പിൻ പോയിന്റ് എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ വലതുപക്ഷത്തുള്ള പാർട്ടികളും ഇടതുപക്ഷത്തുള്ള പാർട്ടികളും എന്ന് നമുക്ക് ഗ്രഹിക്കാം. ആ ഒരു നിലയിൽ ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുകയാണ്. അങ്ങനെ കൃത്യമായി നമുക്ക് പകുക്കാൻ പറ്റില്ല. കാരണം യൂറോപ്പിന്റെ പല ഭാഗങ്ങളും ഇസ്രായേലിന് ഓപ്പോസിറ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ സദേൺ രാജ്യങ്ങൾ ചേർന്ന് വരുമ്പോൾ ആഫ്രിക്കയുടെ നല്ലൊരു പങ്കും ഇസ്രായേലിനെതിരെ വരേണ്ടതായിട്ടാണ് ഉള്ളത്. അപ്പോൾ വെസ്റ്റേൺ കൺട്രീസ് മാത്രമാണ് ഇസ്രായേലിനെ ആദ്യ റൗണ്ടിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നത്തെ റൗണ്ടിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്ക അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇസ്രായേൽ ഹമാസിന്റെയോ ഹിസ്ബുള്ളയുടെയോ ISISന്റെയോ ഒക്കെ നേതാക്കന്മാരെ കൊന്നൊടുക്കി എന്ന് വരികിലും അവരെക്കാൾ ശക്തന്മാർ എഴുന്നേൽക്കും എന്നതിന് സംശയമില്ല. അതാണ് ഇവിടെ ഇവരൊക്കെ പറയുന്നത് തോറ്റിട്ടില്ല, മരിച്ചിട്ടില്ല, ഹനിയ മരിച്ചിട്ടില്ല, ഇനിയും ഹനിയ ജനിക്കും എന്നൊക്കെ ഇവിടെ ആൾക്കാർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിലും ഇറാനിലും ഇറാഖിലും ഖത്തറിലും ഒക്കെയാണ് ഇമാതിരിയുള്ള തീവ്രവാദികളെ കാണുന്നതെങ്കിൽ അതേ തീവ്രവാദ സ്വഭാവമുള്ള ഒരുപാട് ഖനിയമാരും ദൈഫുമാരും ഇന്ന് നമ്മുടെ കേരളക്കരയിലുണ്ട് എന്നത് നമ്മൾ മറക്കണ്ട. അവർക്ക് തരക്കേടില്ലാത്ത സാമ്പത്തിക ശേഷി ഇപ്പോൾ ഉണ്ട് എന്നതിന് സംശയം വേണ്ട. ഇവകളൊക്കെ വെച്ച് തൽക്കാലത്തേക്ക് അവർ യുദ്ധം ചെയ്യാൻ കഴിയില്ല എങ്കിലും തൽക്കാലം അവര് താത്വികപരമായി അവർക്ക് പിന്തുണ നൽകുന്നുണ്ട്. ഇത് ഒരു അപകടമായ നിലയിലേക്കാണ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക, ഇസ്രായേൽ കേന്ദ്രീകരിച്ച് ലോകം രണ്ട് ഗ്രൂപ്പായി വളരെ കൃത്യമായി തിരിഞ്ഞു നിൽക്കുന്നത് ശരിക്കും വേൾഡ് പൊളിറ്റിക്സ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ വേൾഡ് പൊളിറ്റിക്സിൽ നിന്ന് നമ്മൾ ഗ്രഹിച്ചെടുക്കേണ്ടുന്ന, വായിച്ചെടുക്കേണ്ടുന്ന കാര്യം, ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി എല്ലാ രാജ്യക്കാരും അത്യാവശ്യം ആയുധങ്ങൾ സമാഹരിച്ച്, അത്യാവശ്യം റിഹേഴ്സലുകൾ നടത്തി, ഡ്രില്ലൊക്കെ ചെയ്ത്, അത്യാവശ്യം അടിയൊക്കെ നടത്തി, എല്ലാവരും അവരുടെ ആയുധങ്ങളുടെ മൂർച്ച കൂട്ടിയും അവരുടെ തീവ്രവാദ സ്വഭാവത്തിന്റെ രഹസ്യ സ്വഭാവങ്ങൾ വളരെ നിഗൂഢമാക്കിയും ഒക്കെ അവർ യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, അനധിവിദൂരമല്ലാതൊരു ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും. എന്താണ് അതിന് വൈകുന്നത് എന്ന് ചോദിച്ചാൽ, തിരുവഴുത്തനുസരിച്ച് കർത്താവായ യേശുക്രിസ്തു തന്റെ ജനത്തെ ചേർക്കുവാൻ വരുന്ന ഒരു രഹസ്യവരവ് സംഭവിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രഹസ്യവരവ് സംഭവിക്കുന്ന അതേ കാഹളത്തിൽ ധനന്തയർ വേൾഡ് വാർ ആരംഭിക്കും. ആ വേൾഡ് വാർ ആരംഭിക്കാനുള്ള പെട്ടെന്നുണ്ടാകേണ്ടുന്ന സംഭവം ഇസ്രായേൽ അലക്സ ദൈവാലയം പൊളിക്കുന്നതോടെ ആകാനാണ് സാധ്യത എന്നാണ് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ കൃത്യമായി എന്നെ കേൾക്കുന്ന എന്റെ ശ്രോതാക്കൾ തിരിച്ചറിയണം, ലോകത്തിലെ സകല ഇസ്ലാമികളും വല്ലാതെ വീർപ്പുമുട്ടി നിൽക്കുന്ന, ഇസ്മായേലിനെ പിന്തുണയ്ക്കുന്ന മറ്റിതര രാജ്യങ്ങൾ സർവ്വ സൗകര്യത്തോടും സന്നാഹങ്ങളോടും നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അലക്സ പൊളിക്കുന്ന ഘട്ടത്തിലേക്ക് ഇസ്രായേൽ നീങ്ങിയാൽ ലോക മഹായുദ്ധത്തിലേക്ക് പോകും എന്ന് ഗ്രഹിക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാവില്ല എന്ന് കരുതുകയാണ്. വളരെ ഗൗരവമായി തിരിച്ചറിയണം, ഏത് നിമിഷവും ഒരു യുദ്ധം ഇവിടെ പൊട്ടിപ്പുറപ്പെടാം. അതിന് തൊട്ടു മുമ്പ് യുദ്ധമില്ലാത്ത നാട്ടിലേക്ക്, ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന ദൈവമക്കളെ കർത്താവ് അവിടെ ചേർത്തിട്ട് മാത്രമേ ഈ യുദ്ധം ആരംഭിക്കുകയുള്ളൂ. കാര്യഗൗരവമായി തിരിച്ചറിയണം. ഇവകളെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ശരിയല്ലെന്ന് തെളിയിക്കുവാൻ ഇസ്മായേലിന്റെ സന്തതികൾ മുണ്ടും മുറുക്കി ഉടുത്ത് നാട്ടിലുടനീളം നടക്കുകയാണ്. കേരളക്കരയിൽ ഇപ്പോഴിവർ ശബ്ദമുയർത്താത്തതിന് കാരണം ഇവരെ മുഴുവൻ വചനം വെച്ച് തന്നെ, അല്ലെങ്കിൽ ഇവരുടെ കയ്യിലിരിക്കുന്ന മലീമസകം ഗ്രന്ഥത്തെ വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഇവരുടെ മുനയൊടിച്ചിരിക്കുകയാണ്. ഇവർക്ക് പുറത്തിറങ്ങി പറയാൻ നിവർത്തിയില്ല. കയ്യിലിരിക്കുന്ന ഗ്രന്ഥം അമൂല്യമായതാണെന്ന് ഇവർക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം അവകൾക്കകത്ത് പരിശുദ്ധിയില്ലെന്ന് ഇവിടെയുള്ള സഹോദരന്മാർ തെളിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നെല്ലാവരും ഈ ഗ്രന്ഥം വായിക്കാൻ തുടങ്ങി. ഇതിന്റെ അകത്തുള്ള
നാണം കെട്ട കാര്യങ്ങൾ, ഇതിനകത്തുള്ള പൈശാചികമായ കാര്യങ്ങൾ എല്ലാ സോഷ്യൽ മീഡിയകളിലൂടെയും ജനം പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. ആൾക്കാർ ഇതിനകത്തുനിന്ന് ഒഴിഞ്ഞു പോകുവാൻ തുടങ്ങി. ഇവകളെല്ലാം അന്ത്യകാലത്തിൽ സംഭവിക്കേണ്ടത് തന്നെ. ജനം വെളിച്ചം കാണണം, ജനം കാര്യങ്ങൾ തിരിച്ചറിയണം, ജനം രക്ഷിക്കപ്പെടണം. ഇവകൾ ഒരു ഭാഗത്ത് സംഭവിക്കുമ്പോൾ തന്നെ, ഒരു ഭാഗത്ത് തീവ്രവാദികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഒരു ഭാഗത്ത് ദേശത്തിന്റെ സമാധാനത്തിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം തിരിച്ചറിയുക, എല്ലാ ചർച്ചകളും അസ്ഥാനത്താക്കിക്കൊണ്ട് ഇവിടെ യുദ്ധം പൊട്ടിപ്പുറപ്പെടും. അതിനു മുമ്പ് തനിക്കായി കാത്തിരിക്കുന്ന തന്റെ ജനത്തെ ചേർക്കുവാൻ കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടുവാൻ പോവുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മേഘത്തിൽ നിന്നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച ഭക്തന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ക്രിസ്തുവിൽ ജീവിക്കുന്നവർ അവരോടൊരുമിച്ച് രൂപാന്തരപ്പെട്ട മേഘത്തിൽ എടുക്കപ്പെടും. അതിനുശേഷം മാത്രമാണ് ഇവിടെ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം നടക്കാൻ പോകുന്നത്. വളരെ കരുതലോടുകൂടി ദൈവജനം കാര്യം തിരിച്ചറിയണം. വളരെ ഗൗരവത്തോടുകൂടി ദൈവജനം ഇക്കാര്യം തിരിച്ചറിയണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്. സ്വർഗത്തിൽ ചെന്ന് ഘൂറികളോടൊത്ത് ജീവിക്കാനും മദ്യപിക്കുവാനും ഉല്ലസിക്കുവാനും സ്വപ്നം കണ്ട് പാവം ജനം ഇടങ്കൈ വലങ്കൈ തിരിച്ചറിയാതെ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. 40,000-ഓളം ജനം ഘൂറികളുടെ മടിയിലെത്തിയിരിക്കുകയാണ്. ഒരു കാര്യവുമില്ലാതെ ഇടങ്കൈ വലങ്കൈ അറിയാതെ ഈ ജനം കൊല്ലപ്പെടുമ്പോൾ ദൈവജനമേ, നമ്മൾ കാര്യം തിരിച്ചറിയണം. ഇവർക്കും രക്ഷയ്ക്കുള്ളതാണ് നമ്മുടെ കയ്യിൽ ലഭ്യമായിരിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത്. ഈ കൊല്ലപ്പെടുന്ന ജനത്തിനു വേണ്ടിയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ പിഴയടച്ചിരിക്കുകയാണ്. ഈ ജനം അത് തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ ഈ ജനത്തിനും രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ പിശാച് വലിയ മാർജിനിൽ ജനത്തെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ഗൗരവമായ ചുമതലയുണ്ട്. ഇവിടെ നമ്മൾ ഉറങ്ങേണ്ടവരല്ല. യുദ്ധഭൂമിയിൽ മുറിവേറ്റവരെ രക്ഷിക്കുവാൻ സന്നദ്ധ സംഘടനക്കാർ ഓടി നടക്കുന്നത് പോലെ ലോകത്തിലെമ്പാടും നെടുകയും കുറുകയും യാത്ര ചെയ്ത് മാക്സിമം ആൾക്കാർക്ക് നിത്യജീവനെ ഉറപ്പുവരുത്തുക, അവരുടെ കാതുകളിലേക്ക് നിത്യജീവന്റെ വാക്സിൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കാതുകളിൽ ഇറ്റിച്ചു കൊടുക്കുക. അവർ രക്ഷിക്കപ്പെടട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കരയുവാനും സമയം മാറ്റിവെക്കുക. ഇനി അധിക നാൾ നമുക്ക് ഈ ഭൂപ്പരപ്പിൽ നിൽക്കാനാവില്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കർത്താവ് വരുവാൻ സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഒരുങ്ങുക, കരുതുക, വാർത്തകളെ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മുടെ കർത്താവിന്റെ കാഹളം കേൾക്കുവാൻ സമയമെടുത്തിരിക്കുന്നു. അവന്റെ കാൽച്ചിലമ്പുളി വാതിൽക്കലെത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, തലകളെ ഉയർത്തുക. നമ്മുടെ കർത്താവ് വരാറായി.